ഹായ് ഗായ്സ്, ഇന്ന് ജൂലൈ 20 ഒരു ശനിയാഴ്ചയാണ്. അതുകൊണ്ട് ഇപ്പൊ എന്താ അങ്ങനെയൊക്കെ ചോദിച്ചാ ഉണ്ട്, ഒരു കാര്യമുണ്ട്, അതൊക്കെ പറയാം. പക്ഷെ അതിനു മുമ്പ് വെൽക്കം, ദിസ് ഇസ് ലൗഡ് സ്പീക്കർ ബൈ ആർ ജെ സാം. ലൗഡ് സ്പീക്കർ യെസ്, ജൂലൈ 20 ഒരു വലിയ പ്രത്യേകതയുണ്ട്. 1969 ജൂലൈ 20, അതായത് ഇതേ ദിവസമാണ് ചരിത്രപ്രധാനമായ ഒരു വലിയ സംഭവം സംഭവിക്കുന്നത്. ആ ചരിത്രത്തെ അനുസ്മരിക്കാൻ വേണ്ടി അന്ന് മുതൽ ജൂലൈ 20 അറിയപ്പെടുന്നത് മൂൺ ഡേ എന്നാണ്. ഓ, മൂണിന്റെ ബർത്ത്ഡേ ആണോ? ഹാപ്പി ബർത്ത്ഡേ. സത്യം പറഞ്ഞാൽ മൂൺ ഡേ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഇത്ര ബുദ്ധിയുള്ളവരൊക്കെ ഇങ്ങനെ തന്നെ ആലോചിക്കും. പക്ഷേ സംഗതി അതൊന്നുമല്ല, ഞാൻ പറഞ്ഞുതരാം. 1969 ജൂലൈ 20 ഇതേ ദിവസമാണ് ഏകദേശം 55 വർഷങ്ങൾക്ക് മുൻപ് അപ്പോളോ 11 എന്ന പേടകം ചന്ദ്രനിൽ ഇറങ്ങുന്നതും മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തുന്നതും. ബഹിരാകാശ യാത്രയുടെ പ്രാധാന്യവും മനുഷ്യന്റെ ആദ്യ ചന്ദ്രനിലേക്കുള്ള യാത്രയും ഓർമ്മപ്പെടുത്താനും അതിനെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാക്കാൻ വേണ്ടിയാണ് ജൂലൈ 20 ഇന്റർനാഷണൽ മൂൺ ഡേ ആയി ആചരിക്കുന്നത്. 1969 ജൂലൈ 16 ഏകദേശം അന്താരാഷ്ട്ര സമയം 1:30 ഫ്ലോറിഡയിൽ നിന്നും കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് സാറ്റേൺ വി റോക്കറ്റാണ് അപ്പോളോ 11 വിക്ഷേപിച്ചത്. നാസയുടെ മനുഷ്യരെ വഹിച്ചുകൊണ്ടുള്ള 5ാമത്തെ ദൗത്യമാണിത്. ചന്ദ്രനിലേക്ക് വിക്ഷേപിക്കപ്പെട്ട ശേഷം സാറ്റേൺ വി റോക്കറ്റിന്റെ 3ാം ഘട്ടത്തിൽ ബഹിരാകാശ യാത്രികർ കൊളംബിയ എന്ന ബഹിരാകാശ പേടകത്തെ റോക്കറ്റിൽ നിന്ന് വേർപെടുത്തി. പിന്നീടുള്ള 3 ദിവസം അവർ കൊളംബിയയിൽ തന്നെ സഞ്ചരിച്ചു. മറ്റിരുവരും ചന്ദ്രന്റെ ഉപരിതലത്തിലായിരിക്കുമ്പോൾ നിയന്ത്രണ പേടകത്തിന്റെ പൈലറ്റായിരുന്ന മൈക്കിൾ കൊളിൻസ് കൊളംബിയയിൽ തന്നെ ചന്ദ്രനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരുന്നു. 8 ദിവസത്തിലധികം നീണ്ടുനിന്ന ബഹിരാകാശ യാത്രയ്ക്ക് ശേഷം ജൂലൈ 24 അവർ ഭൂമിയിലെത്തി പസഫിക് സമുദ്രത്തിൽ വീണു. ആംസ്ട്രോങ്ങിന്റെ ചന്ദ്രനിലെ ആദ്യ ചുവടുവയ്പ് ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്കായി തത്സമയം ടിവിയിൽ പ്രക്ഷേപണം ചെയ്തിരുന്നു. മനുഷ്യന് ഒരു ചെറിയ കാൽവയ്പ്, മാനവരാശിക്ക് ഒരു വലിയ കുതിച്ചുചാട്ടം എന്നാണ് നീൽ ആംസ്ട്രോങ് ഈ സംഭവത്തെ വിശേഷിപ്പിച്ചത്. ഈ യാത്രയെക്കുറിച്ചുള്ള കുറച്ച് ഫാക്ട്സ് ആയാലോ. ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തുന്ന മനുഷ്യൻ നീൽ ആംസ്ട്രോങ്. ചന്ദ്രനിൽ 2ാമതായി കാലുകുത്തിയ വ്യക്തിയുടെ പേര് എഡ്വിൻ ആൾഡ്രിൻ. ഈ ബഹിരാകാശ യാത്രികർ സഞ്ചരിച്ച വാഹനത്തിന്റെ പേര് ഈഗിൾ എന്നാണ്. ഈഗിൾ നിയന്ത്രിച്ച ആസ്ട്രോണറ്റിന്റെ പേര് മൈക്കിൾ കോളിൻസ്. ഈഗിൾ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങി 6 മണിക്കൂറും 39 മിനിറ്റുകൾക്കും ശേഷം ജൂലൈ 21 അന്താരാഷ്ട്ര സമയം 2:56 നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തുന്നത്. അതിന് 19 മിനിറ്റുകൾക്ക് ശേഷം ആൽഡ്രിനും നീൽ ആംസ്ട്രോങ്ങിന്റെ കൂടെ ചേർന്നു. ഇരുവരും ബഹിരാകാശ പേടകത്തിന് പുറത്ത് ഏകദേശം 2.5 മണിക്കൂറോളം ചെലവഴിക്കുകയും 21.5 കിലോഗ്രാം ഭാരമുള്ള ചാന്ദ്രവസ്തുക്കൾ ശേഖരിക്കുകയും ചെയ്തു. ചരിത്രത്തിന്റെ ഏടുകളിൽ തന്നെ വലിയൊരു മാറ്റം കൊണ്ടുവന്ന അവരെ സ്മരിക്കാതെ ഇന്നത്തെ ഒരു ദിവസം കടന്നു പോകാൻ നമുക്കാവില്ല. ഇനി സീരിയസ് ആയിട്ടൊരു കാര്യം പറയട്ടെ. പണ്ട് 2 കൂടുതൽ തിന്നുവാണെങ്കിൽ ചന്ദ്രനെ പിടിച്ചേരാൻ എൻ്റെ അമ്മ പറഞ്ഞത്. പക്ഷെ നാട്ടുകാർക്കൊക്കെ ഒരു പ്രകാശവും വെളിച്ചമൊക്കെ ആവുകയാണെങ്കിൽ ആകട്ടെ എന്ന് വിചാരിച്ച് ഞാനത് വേണ്ടെന്ന് വെച്ചു. എന്റെ ഈ മഹാമനസ്കതയൊന്നും ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ ആരുമില്ലല്ലേ? ആരോട് പറയാൻ. ഈ പരിസരത്തൊക്കെ കാണുമെങ്കിൽ ലൈക്ക് ചെയ്തു, ഷെയർ ചെയ്തു, സബ്സ്ക്രൈബ് ചെയ്തു, കൂടെ കൂടിക്കോ. ഇറ്റ്സ് മീ ആർ ജെ സാം ആൻഡ് യു ആർ വാച്ചിങ് ലൗഡ് സ്പീക്കർ ബൈ ആർ ജെ സാം. കുറച്ച് ഓവറായാലും എല്ലാവരും ശ്രദ്ധിക്കും.